ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ക്രീം പരിചയപ്പെടുത്താനാണ് കേട്ടോ. അത് മഞ്ചിഷ്ടയുടെ ഫെയർനെസ് ക്രീമാണ് കേട്ടോ. അത് ഇതാണ് സംഭവം, കണ്ടോ? ഇത് സംഭവം നിങ്ങൾ വിചാരിക്കും എന്താ മഞ്ചിഷ്ടൊക്കെ എന്ത് കളറുന്നത്. മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ഇതിൽ ഞാൻ ചേർത്തേക്കണം. മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്റ്റ്, പിന്നെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷിയ ബട്ടർ നമ്മുടെ സ്കിന്നിന് അത്രയ്ക്ക് ബെനിഫിറ്റുള്ളൊരു സംഭവം ഉണ്ട് ഷിയ ബട്ടറിൻ്റെ ഗുണങ്ങൾ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷിയ ബട്ടർ, എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഷിയ ബട്ടറൊക്കെ വാങ്ങിച്ച് ഞാൻ പലതവണ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് കുരു വരാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ അത് ഇത്തിരി കട്ടിയായിട്ടുള്ളൊരു സംഭവമാണല്ലോ. ഈ ഓയിലി സ്കിന്നുകാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ കട്ടിയായിട്ടുള്ള ജെല്ലുകൾ അങ്ങനെയൊന്നും തേക്കാൻ പറ്റൂല. അപ്പം അങ്ങനെ തേക്കുമ്പോൾ കുരു വരും. അപ്പോൾ എങ്ങനെ ഇത് തേക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാനിതിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടോ. ഞാനിത് ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് സെയിലാക്കാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഞാനൊന്നും തേച്ചിട്ടില്ല. ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുഖത്ത് ഞാൻ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര ലൈറ്റായിട്ടാണ്ടത് ഇത് സംഭവം കണ്ട ഇങ്ങനെ. ഇത് മുഖത്തെ ചുളിവുകളും കണ്ണിനടിയിലെ കറുപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറാനും, കണ്ണിനടിയിലെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഞാനിത് ക്യാമറയുടെ അടുത്ത് വന്നിട്ട് ഇരുന്നാട്ടോ ചെയ്യണത്. ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി ലൈറ്റുള്ള സ്ഥലത്താണ് വന്നിരിക്കണത് കേട്ടോ. അപ്പോൾ പിമ്പിൾസ് വന്ന ആ മാർക്കൊക്കെ പോയിക്കോളൂ കേട്ടോ. അത് എനിക്ക് എപ്പോഴും പിമ്പിൾ വന്നത് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ. അപ്പോൾ പെട്ടെന്ന് അത് ലൈറ്റായിരിക്കോളൂ കേട്ടോ. നല്ല ഡാർക്കായിരുന്നു, ഇപ്പോൾ നന്നായിട്ടത് ലൈറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ മുഖത്തൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞിട്ട് നേരെ വന്നിരിക്കുകയും ചെയ്തു, ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഇനിയിപ്പോൾ നെറ്റിയിലും കൂടി ഞാൻ തേക്കണില്ല, നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ അത്രക്കധികം ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ. ചുളിവൊന്നും വരാതെ, നമുക്ക് ഇവിടെയൊക്കെയല്ലേ ചുളിവ് വരുന്നത്, അവിടെയൊക്കെ ചുളിവൊക്കെ വരാതെ ഇരിക്കാനായിട്ട് നമ്മളിങ്ങനെയുള്ള ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പമായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ മുഖത്ത് ഇങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ ഒരു 35 വയസ്സിന് ശേഷമൊക്കെ നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ വരും കേട്ടോ മുഖത്ത്. അപ്പോൾ നമ്മൾ അത് തുടക്കത്തിലേ നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യം ഒരു കുത്തായിരിക്കും വന്നത്. അപ്പം പിന്നെ 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 അതിൻ്റെ അടുത്തടുത്ത് ഇങ്ങനെ ആയി ഇങ്ങനെ അത് വലിയൊരു ഡാർക്ക് സ്പോട്ടായിട്ട് മാറും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ വരാതെ ശ്രദ്ധിക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ ഇതേ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാൻ ബാക്കി ഉണ്ടായത് ഇപ്പോൾ കയ്യിൽ തേച്ചതാണ്. കയ്യിലൊന്നും ചുളിവ് വരാതിരിക്കാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ കയ്യിലെ മുഖത്ത് ഓൾ ഓവർ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയണേ, നല്ല റിസൾട്ടാണ്. ഇവിടെ മറിഞ്ഞത് അപ്പോൾ ക്രീം അത് ഇവിടെ മറിഞ്ഞ, അല്ലെങ്കിൽ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് പോയേനെ കേട്ടോ. അതെനിക്ക് ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇപ്പം എനിക്ക് ഒരു 40 ആയിട്ട് ഏജ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏജിലും ഒരു കോള് തന്നെയുണ്ട്, ഈ ഒരു ഏജിലും നമുക്ക് ചുളിവുകളൊക്കെ ഇല്ലാണ്ടും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധ കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഞാനെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു ബോട്ടിൽ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെള്ളം ഡെയിലി ഞാൻ എടുത്ത് വെച്ചേക്കും. അത് ഞാൻ കുടിക്കണ വെള്ളം കൂടാതെ, അല്ലാതെ നമ്മൾ ചായ കുടിക്കും. ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കും, പിന്നെ ചായ
ലഞ്ചിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ അതുപോലെ വൈകിട്ടത്തെ ചായ അതൊന്നും കൂടാതെ നമ്മൾ സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം കൂടാതെ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ എപ്പോഴും എടുത്തു വച്ചേക്കണം കേട്ടോ. അതും കൂടിയാവുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് വരും കേട്ടോ. ഒരു 2 ലിറ്ററിൻ്റെ മുകളിലൊക്കെ നമുക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടാവും. പിന്നെ നല്ല രീതിയിൽ ഉറങ്ങുക. അതുപോലെ ടെൻഷനൊക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ടാണെന്ന് അങ്ങനെയൊന്നും എനിക്ക് തോന്നണില്ല. എനിക്കൊക്കെ നല്ല ടെൻഷനുള്ള ആളാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. ഞാൻ മുഖത്തല്ലെങ്കിലും ഒന്നും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഒരു എവിടെയെങ്കിലും ഫംഗ്ഷന് പോയാൽ പോലും ഒരു സൺസ്ക്രീൻ മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. എനിക്ക് പേടിയാണ്, കുരുവൊക്കെ വന്ന സ്കിന്നായതുകൊണ്ട് അങ്ങനെ ആദ്യം മുതലേ ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ലിപ് ബാം, എൻ്റെ തന്നെ ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ ക്രീമിനെ പരിചയപ്പെടുത്താനുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനും അതുപോലെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ നല്ല രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ അത് മാറും, അത് വരാതെ നോക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്നത് മഞ്ചസ്റ്റേർഡ് എക്സ്ട്രാക്റ്റ്, അലോവേര ജെല്ല്, വൈറ്റമിൻ ഇ, പിന്നെ ഷിയാ ബട്ടർ, അൺറിഫൈനഡ് ഷിയാ ബട്ടറാണ് കേട്ടോ. പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ, വെജ് ഗ്ലിസറിൻ, ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ഇട്ടാൽ തന്നെ നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാവട്ടെ, നല്ലൊരു ബേബി സ്കിൻ പോലെ ആവട്ടെ. രാത്രിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് രാവിലെ അത് കഴുകി കളയുക, വെറുതെ കഴുകി കളയുക. പിന്നെ അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം ആവശ്യമുണ്ടെങ്കിൽ എന്നോടൊന്ന് ഞാൻ നമ്പറൂടെ കൊടുത്തേക്കാം, നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്ന് പറയണത്. എനിക്ക് വേണമെങ്കിൽ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ട് വന്നിരുന്ന് നിങ്ങളോടത് പറയാം. പക്ഷേ എനിക്ക് നമ്മൾ സിൻസിയറായിട്ട് എല്ലാം പറയും. ഒരു സാധനം കൊടുക്കുമ്പോൾ അത് സിൻസിയറായിട്ട് ഇരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു മേക്കപ്പ് ഇടാതെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇരിക്കണത് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഒത്തിരി മേക്കപ്പൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി സുന്ദരിയായിട്ടിരിക്കും, വെളുത്തിരിക്കും. പക്ഷേ എനിക്ക് എന്തോ ഞാനായിട്ട് തന്നെ ഇങ്ങനെ വന്നിരുന്നിട്ട് നിങ്ങളോട് പറയാനാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ അപ്പം നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് കേട്ടോ ഇത് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കോണ്ടാക്ട് ചെയ്തോട്ടോ. നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയണേ കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യണ്ട. അപ്പോൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കണും കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പം പിന്നെ ഷെയർ ചെയ്യാൻ പറ്റണവർ ഷെയർ ചെയ്യുക, ലൈക്ക് എന്തായാലും ലൈക്ക് തരാ, കമൻ്റ് ഇടുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഓക്കെ.